ഹായ് കുട്ടികളെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആർക്കയിലേക്ക് നമ്മുടെ അശ്വിനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ, ഫാമിലി ആയിട്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1 o'clock ആയി നമ്മൾ കൊല്ലത്തെത്തിയപ്പോൾ. അപ്പം നമ്മൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ തഴുത്തിലുള്ള രുചിയുടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറി കേട്ടോ. നമ്മളെല്ലാവരും മീൽസാണ് ഗൈസ് ഓർഡർ ചെയ്തത്. കാരണം ഇവിടുത്തെ മീൽസ് ഞാനും ഏട്ടനും മിക്ക ടൈമിലും നമ്മൾ കൊല്ലത്തുള്ള വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എന്തായാലും നമ്മളൊരു അയല ഫ്രൈ, കണവ തോരൻ, കക്ക തോരൻ, അങ്ങനെ നമ്മൾ എല്ലാം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇഷ്ടം കക്കാത്തോരനാണ് കേട്ടോ. മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കക്കാത്തോരനൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അയല ഫ്രൈ വന്നു. നമ്മൾ ഒന്നല്ല കേട്ടോ, നമ്മൾ ഒരു 3 നമ്മൾ അയല ഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു. കണവാത്തോരനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻചാറാണ് കേട്ടോ അവർ നമുക്ക് ഒഴിച്ചു തരുന്നത്. കാരണം വേറെ സാമ്പാറും മോരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ആ മീൻകറിയുടെ ചാറ് കൂട്ടി തന്നെ കപ്പയും ഒട്ടൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൊല്ലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മളെ കൊട്ടിയത് തഴുത്തുള്ള രുചിയുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇത് നേരെ നമ്മൾ ആർക്കയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ആർക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ തറവാട് വീട് പോലാണ് കേട്ടോ. മിക്ക ദിവസവും നമ്മൾ ആർക്കയിൽ പോകാത്ത ദിവസങ്ങളില്ല കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ട് ആർക്കെ വെഡ്ഡിങ് മാൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഏട്ടൻ താണ്ട് അവിടെ വന്നിന്ന് വായി നോക്കിയൊക്കെ നിൽപ്പുണ്ട്. കാരണം ഏട്ടൻ അവിടെ നിന്നപ്പോൾ തന്നെ ബോറടിച്ചു. പിന്നെ കുറേ സമയം ഏട്ടൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഏട്ടൻ അങ്ങ് പോയി കേട്ടോ. നമുക്ക് താണ്ട് നമ്മളെ കൂടെ അവിടെ നമ്മളുടെ ഹെൽപ്പിനെല്ലാം നിന്നത് ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു കേട്ടോ. ലക്ഷ്മി ചേച്ചിയാണ് നമ്മളോട് എല്ലാ ഹെൽപ്പിന് നിന്നത്. പിന്നെ അവരുടെ ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് റണ്ണിങ് മെറ്റീരിയലൊക്കെ നമ്മളൊരു സ്കേർട്ടും ടോപ്പും പോലായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തത്. അപ്പോൾ അവരതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തൊക്കെ ട്രയൽ കാണിച്ചു തരുവാണ് കേട്ടോ. അങ്ങനെ ടിൻഡു എന്തായാലും വന്ന് നിന്നു. അങ്ങനെ ഞാനും ടിൻഡുവും കൂടെ ഒക്കെയാണ് കേട്ടോ അത് ഫുള്ള് എല്ലാം സെലക്ട് ഒക്കെ ചെയ്തത്. കളറാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് കേട്ടോ. വേറുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അവരൊക്കെ പിന്നെ അവർക്ക് വേറെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അവരൊക്കെ അങ്ങോട്ടൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഞങ്ങളുടേതായ ഓപ്ഷൻസുകളും ഞങ്ങൾ അവരോട് പറഞ്ഞു കേട്ടോ. പക്ഷേ ലക്ഷ്മി ചേച്ചി ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും നിൽക്കുമായിരുന്നു കേട്ടോ. ചേച്ചിയായിരുന്നു ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് തുടങ്ങി ലാസ്റ്റ് ടൈം വരെ ചേച്ചി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ ഹെൽപ്പിനും കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു സപ്പോർട്ട്, നമുക്ക് സ്റ്റാഫിൻ്റെ സപ്പോർട്ട് നമുക്ക് പറയാതിരിക്കാൻ അത് അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കേർട്ട് നമ്മൾ ഇതായിരുന്നു കേട്ടോ എടുത്തത്. മീറ്ററിന് റേറ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് സൂപ്പറായിരുന്നു. അപ്പം ഞാനത് അടുത്ത എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ ഞാനത് ഇടുന്നുണ്ട് കേട്ടോ. ഫുള്ള് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോയും ഈ ഡ്രസ്സ് എടുപ്പ് വീഡിയോ ഒക്കെ ലേറ്റ് ആയെന്ന്. അപ്പം അശ്വിനി എന്നാണ് പറഞ്ഞത്, ആൻറ്റി ഇപ്പോഴേ നമ്മളതൊന്നും ഇടണ്ട, കാരണം എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടിടാം, കാരണം ഡ്രസ്സൊക്കെ എല്ലാവരും കാണുമല്ലോ എന്ന് വെച്ചിട്ട്. ആദ്യം നമ്മളൊരു പച്ച കളറ് ഒരു റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ടോപ്പിനായിട്ട് നമ്മൾ എടുത്തത്. പക്ഷേ അതത്ര ഭംഗിയൊന്നും തോന്നി. പിന്നെ അവസാനം നമ്മൾ തന്നെ ബ്ലൂ എടുത്തോട്ടോ. ബ്ലൂ അടിപൊളിയായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷൻസൊക്കെ നോക്കി. പക്ഷേ എന്തോ അത്ര അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ അവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനൊക്കെ ആണെങ്കിലും എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പെൺകൊച്ചുങ്ങളായിരുന്നെങ്കിൽ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു. അങ്ങനെ നമ്മൾ താണ്ടെ വിഷ്ണു എല്ലാവരുമായിട്ട് നേരെ വെഡ്ഡിങ് സാരി നോക്കാനായിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ച് പോയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി. അങ്ങനെ നമ്മുടെ ചേച്ചി നമ്മളതാണ്ട് വെഡ്ഡിങ്ങിൻ്റെ സെക്ഷനിലേപ്പിച്ചിട്ട് ചേച്ചി തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ചേച്ചി സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ചേച്ചി വെയിറ്റിംഗ് ആണ്. എപ്പം നമ്മൾ ലൈവിൽ കയറിയാൽ ചേച്ചി പറയും അയ്യോ എന്താണ് നിങ്ങൾ ആർക്കയിലെ വീഡിയോ ഇടാത്ത, എന്താണ് വീഡിയോ ഇടാത്ത. അപ്പോൾ ചേച്ചി ഞങ്ങൾ താണ്ട വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചി നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നമ്മളെ കൂടെ നിന്ന് ചേച്ചി ഞങ്ങൾക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ചേച്ചി നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞ് ഒരു മുഖത്ത് പോലും അതിനൊരു ഭാവമില്ല. ചേച്ചി നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമായിരുന്നു. നമ്മൾ തന്നെ ഈ റോസ് സാരിയൊക്കെ ഉണ്ട് ടിൻറ്റുവിന് വെഡ്ഡിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. എന്തായാലും റോസൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ റെഡും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നോക്കിയതേ ഉള്ളായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൊല്ലത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വെഡ്ഡിങ്ങിനൊക്കെ സാരി എടുക്കാനൊക്കെ നിങ്ങൾ ഇവിടെ പോകണം കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് അതിനകത്ത് മൊത്തം ഇളക്കി മറിച്ച് അവരെയും കൂടി ഭ്രാന്താക്കി കേട്ടോ. പക്ഷേ പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് സാരി എടുക്കാൻ വേണ്ടി പോയി. ഞാൻ വിചാരിച്ചു ഞാനും എൻഗേജ്മെൻറ്റിന് സാരി എടുക്കാമെന്ന്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നുമില്ല. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ വാരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവസാനം ഒരു യെല്ലോ കളർ സാരി എടുത്തായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്കെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. യെല്ലോയും ബ്ലൂ ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താണ്ട് അതും എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുക
ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ വട്ടം ഓണത്തിന് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇതാണ് ഈ സെയിം സാരിയാണ് കേട്ടോ ഞാൻ ഓണത്തിന് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ അതെടുത്തില്ല. കാരണം ഞാനും അമ്മയും ഒരേപോലെ എടുത്ത് ഞങ്ങൾ യൂണിഫോം ആണെന്ന് വിചാരിക്കത്തില്ല. അവസാനം ഞാൻ ഈ സാരി എടുത്തു കേട്ടോ. ഇത് സെറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്ക് സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എന്നെ ചിന്നു മടിപ്പിച്ചു. പിന്നെ നമ്മൾ ആർക്കേന്ന് ബില്ലെല്ലാം ചെയ്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് കൊട്ടിത്തുള്ള ബ്രദേഴ്സിലോട്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് നമ്മുടെ ആക്സസറീസ് ഒക്കെ വേണമായിരുന്നു. കാരണം കുറച്ച് വള കാര്യങ്ങളൊക്കെ ഡ്രസ്സിന് ഇതായ. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കൊല്ലത്തുള്ള നമ്മളെ വാടി കടപ്പുറത്തുള്ള അടിപൊളി ഒരു ഫിഷൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും എണ്ണു ഇതേപോലെയാണ് കേട്ടോ. എവിടെങ്കിലുമൊക്കെ പോയി ഫുഡിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും കേട്ടോ. ഇതാണ്ടെ നല്ല അയല ഫ്രൈയും, സോറി കേട്ടോ അയലല്ല ചാളയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ചാള ഫ്രൈ, കപ്പ, പൊറോട്ട, നമ്മൾ എല്ലാം ഓർഡർ, തലക്കറി എല്ലാം നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു നമ്മൾ ആർക്കെല്ലാം കയറി ബ്രദേഴ്സിലൊക്കെ കയറിയപ്പോൾ നല്ല ക്ഷീണിച്ചൊരു അവശയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇനി രാത്രി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അവിടെ സാമ്പാറും നല്ല മീൻകറിയുടെ ചാറും ഒക്കെ നല്ല കുടംപുളിയുടെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അവിടുത്തെ. ബിന്ദു ചേച്ചി ഇവിടെ എപ്പോഴും പറയും അയ്യോ അമ്മ കറി സൂപ്പറായിരുന്നു എന്നിട്ട് ഇതാണ് കേട്ടോ കറി. അങ്ങനെ എന്തായാലും എല്ലാവരും നല്ല വാരി വലിച്ച് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലക്കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പം രാത്രി കൊല്ലത്ത് പോയാൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ പോകത്തില്ല. ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് പൊറോട്ട രാത്രി കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിശന്ന് കുരുങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. കാരണം ആർക്കെയിലൊക്കെ പോയി ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, പിന്നെ നമ്മൾ പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. നമ്മുടെ ഏട്ടനും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ചാള ഫ്രൈ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ തലക്കറി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ തലക്കറി. നമ്മുടെ കറിയുടെ ഗ്രേവി കണ്ടാൽ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണെങ്കിൽ തന്നെ കൊതിയാവുന്നു ഒന്ന് പോയി കഴിച്ചാൽ എന്താണെന്ന്. എന്തായാലും കഴിക്കണം. നമ്മുടെ അയലയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയല എത്തിയിരുന്നു. നമ്മൾ അയല ഏകദേശം 4 പ്ലേറ്റോളം നമ്മൾ അയല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ബില്ലും അധികം നമുക്ക് അഫോർഡബിൾ ബില്ലാണ് കേട്ടോ. അധികം വലിയ ബില്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്തായാലും വാടിയിൽ എന്തായാലും നിങ്ങൾ വാടിയിലൊക്കെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ പോകണം. പിന്നെ അതിനുശേഷം നമ്മൾ ടിൻറ്റുവിൻ്റെ ആ ഒരു ഡ്രസ്സിൽ വെക്കാനുള്ള ആ മെറ്റീരിയൽ വെക്കാനുള്ള കുറച്ച് ആക്സസറീസും കൂടി വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലത്തുള്ള ഷോപ്പിൻ്റെ പേര് എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ. അങ്ങനെ ആ ഷോപ്പിലോട്ട് ഞങ്ങൾ പോയി കേട്ടോ. ബാക്കി ആരും വന്നില്ല, ഞാനും ടിൻറ്റു മാത്രമേ പോയോളായിരുന്നു. പിന്നെ ഏട്ടൻ ഞങ്ങളെ വിളിക്കാനായിട്ട് പിന്നെ പുറകിൽ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണെങ്കിൽ അവർക്ക് വെക്കാനുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ബോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാട് ഇവിടെ വന്നിട്ട് എടുക്കണം കേട്ടോ. നല്ല റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ആ ബ്ലൂ കളർ ടോപ്പായിരുന്നു. അപ്പോൾ അതിന് ചേരുന്ന ഒരു വൈറ്റ് പേളിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ പേര് എനിക്ക് അത്ര അറിയത്തില്ല. ആ ഒരു ലേസാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. കാരണം ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് സ്വന്തമായ ഒരു ബോട്ടിക്ക് തുടങ്ങാനാണെങ്കിൽ പോലും ഇവിടെ വന്ന് നമുക്ക് ആക്സസറീസ് ഒക്കെ മേടിക്കാം. നമ്മൾ തന്നെ ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. ആ ഡ്രസ്സിന് ചേരുന്നത് ഇതായിരുന്നു. അങ്ങനെ നമ്മളിത് ജസ്റ്റ് ആ ഒരു ഉടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെക്കാൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. നമ്മൾ ബാക്കി നെക്കിലൊന്നും വെച്ചില്ല. കാരണം നെക്കിലൊക്കെ വെച്ചാൽ ഓവർ ആവും. കാരണം ഭയങ്കര വൃത്തിയോടും കാര്യങ്ങളും ആവുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചു. ഞങ്ങൾ 1/2 മീറ്റർ എന്തോ വാങ്ങിച്ചോളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തത് നമ്മുടെ ഉടുപ്പിന് ബാക്ക് സൈഡിൽ ഇടുന്ന ഒരു കൊഞ്ചലം പോലത്തെ അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതെടുത്തു. അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റേറ്റ് ആണെങ്കിലും കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതും പർച്ചേസ് ചെയ്തു കേട്ടോ അവിടെ നിന്നും. കാരണം ട്രിവാൻഡ്രത്തേക്കാണെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് അറിയാലോ എല്ലാത്തിനും ഭയങ്കര വിലയും കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. നല്ല വിലയൊന്നും അതിന് ഒരു പീസിന് എന്തോ 40 രൂപ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. 40ഓ 50ഓ അതിനപ്പുറത്തേക്ക് എന്തായാലും ആവത്തില്ല കേട്ടോ. അത്ര എന്തായാലും ആയിട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി ഏട്ടാ ഞങ്ങളതാ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് പിന്നെ ബീച്ചിലേക്കാണ്, കൊല്ലം ബീച്ചിൽ. കാരണം നമ്മൾ പിന്നെ ഈ ഒരു ദിവസം എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരുവുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് നേരം കൊല്ലം ബീച്ചിലൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് നമ്മളെല്ലാവരും കൂടെ ബീച്ച് ചാടി ഇറങ്ങി. ബീച്ചിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മിനിമം തിരക്കൊക്കെ ഉള്ളായിരുന്നു. കാരണം അന്ന് വർക്കിംഗ് ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കണ്ണൻ താണ്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു കേട്ടോ. ഇന്ന് കണ്ണൻ്റെ വകയായിരുന്നു ഐസ്ക്രീം. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് നേരെ നമ്മൾ പിന്നെ പോയത് പിന്നെ ബീച്ചിൻ്റെ അടുത്ത് പോയി കുറച്ച് നമ്മൾ നേരെ ഇരുന്നു കേട്ടോ, സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ പിന്നെ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ നേരെ പോയത് നമ്മൾ നമ്മുടെ ഹാർബറിലോട്ടായിരുന്നു. കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ നേരെ ഹാർബറിൽ എല്ലാവരുമായിട്ട് പോയത്. ഹാർബറിൽ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരമൊക്കെ നിന്നു. അപ്പം മീനൊന്നും അധികമൊന്നും വന്നതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ½ ആൻ അവറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും ഫിഷൊന്നും വന്നില്ല ഗൈസ്.
അങ്ങനെ നമ്മൾ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കച്ചവടക്കാരും അല്ലാതെ ഉള്ളവരും വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വാങ്ങിക്കുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രിവാൻഡ്രത്തേക്കാണെങ്കിൽ അധികം നല്ല ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഹാർബറിലും മറ്റും വന്ന് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് നല്ല മീനൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും കാത്തിരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഒരു കൊട്ട അയല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ല റേറ്റിന് പോവുകയും ചെയ്തു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ്, മീൻ ഇപ്പോൾ വരും എന്ന് പറയും നമ്മൾ. പക്ഷേ എന്ത് ചെയ്യാനാണ്, വന്ന മീനൊക്കെ ആണെങ്കിൽ ദാണ്ടെ ഓരോരുത്തർ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാണ്ടെ വന്ന കൊട്ടയിലുള്ള അയില വന്നു. അത് ഒരു കിലോയ്ക്ക് എന്തോ 160 70 എന്തോ ആയിരുന്നു. അത് ഏകദേശം 5 6 കിലോ എന്തോ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ മീനൊന്നും വാങ്ങിയില്ല. എന്തായാലും പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി.